പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കിയാലറിയാം പ്രീവിയസ് ഡേ ഹൈ R1 മുകളിലാണ് ഓപ്പണിംഗ് വരുന്നത്. ഇവിടെ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം R2ൽ ടച്ച് ചെയ്ത് ട്രേഡായി. അതിനുശേഷം നല്ലൊരു ഇറക്കം ഇറങ്ങി. അതായത് എത്ര പോയിൻ്റാണ്? 24,338 എന്ന 24,133 200 പോയിൻ്റ് താഴെ പോയി. അതിനുശേഷം ഒരു ആവറേജിൽ ഇങ്ങനെ ട്രേഡ് പിടിച്ച് നിൽക്കുമായിരുന്നു. മാർക്കറ്റിൽ ഇനിയും വലിയ നെഗറ്റീവ് ന്യൂസുകൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 24,700 ചിലപ്പോൾ വരാം. പക്ഷേ മൊത്തത്തിൽ മാർക്കറ്റ് വീക്ക്നെസ് ആണ്. 24,700 ആ റേഞ്ചിൽ ഒരു 2-3 ദിവസത്തിനുള്ളിലൊക്കെ വന്നാൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ സെല്ലിങ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നല്ല സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇവിടെ ഓപ്പണിങ്ങിൽ നിന്ന് പോയി R3 ഇത് R3 ആണ്. R3യിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. അതിന് ശേഷം ഇവിടെയാണ് ഒരു സെല്ലിങ് തരുന്നത്. അതിനുശേഷം വീണ്ടും കയറി ഹൈ അടിച്ചു. സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി സ്ട്രെങ്ത് കുറച്ച് കാണിക്കുന്നുണ്ട് ക്ലോസിംഗ് ബേസ് വെച്ചിട്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു ഇത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ ഡേ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ നോക്കട്ടെ. ഈ ഇവിടെ ഒരു ഇതുണ്ട്, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നേരത്തെ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ള ഇവിടെ ഇറങ്ങില്ല എന്ന് പറഞ്ഞത് കയറി നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലും സെയിം അത് തന്നെ. ഞാൻ നേരത്തെ നേരത്തെയുള്ള വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഈ റേഞ്ചിൽ നിന്ന് അത് ബൗൺസ് ആകാൻ ചാൻസ് ഉള്ളതുണ്ട്. ഇവിടെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ്, ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് അത് ഇവിടെ നേരത്തെ ഇവിടെ ആയിരുന്നു ഒരു സപ്പോർട്ട്, അത് കട്ട് ചെയ്ത് താഴെ ഇറങ്ങി. പക്ഷേ അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ അത് നല്ലൊരു സപ്പോർട്ട് എടുത്ത് കയറുമായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്തായാലും അധികം സ്ട്രെങ്ത് ഒന്നും കാണിക്കാൻ ചാൻസ് കുറവാണ്. ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുമ്പം നമുക്ക് വലിയ പരിക്കില്ലാതെ നമ്മുടെ ഷെയർസ് ഇപ്പം പെട്ടുപോയ കുറേ ആൾക്കാരുടെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഷെയർസിനകത്ത് ഹൈ ക്വാളിറ്റി കമ്പനി അല്ലാത്ത കമ്പനികളിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ബുക്ക് ചെയ്ത് മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, FISൻ്റെ സെല്ലിങ് കണ്ടിന്യൂസ് വരാൻ തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ചിലപ്പോൾ നിഫ്റ്റി എൻ്റെ ഒരു കണക്കൂട്ടലിൽ 24 ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ വരാം. അല്ലേ, 25 ചാൻസ് ഉള്ളത്. 24,600 24,700 800 റേഞ്ചിലോട്ടൊക്കെ ഒരു പ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒറ്റയടിക്ക് ഒരു ദിവസമുണ്ടോ 2 ദിവസമുണ്ടോ വരണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹെവി മൂവ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ 1-2 ദിവസം സൈഡ് വേസ് മൂവ്മെൻറ്റോ കുറച്ച് ഡൗണിലോ കാണിച്ചതിന് ശേഷമായിരിക്കാം വരുന്നത്. നമ്മളത് ശ്രദ്ധിക്കുക. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് ട്രേഡ് എടുക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഈ കാണുന്നതൊക്കെ. 11 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നല്ല ചാൻസുകൾ ഷെയറിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. റെയ്മണ്ട്, രത്നവീര്, പ്രാജ് ഇൻഡസ്ട്രീസ് എല്ലാം വിൽക്കാറുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷെയർസിനകത്തും നല്ല ചാൻസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഷെയർ നമുക്ക് നോക്കാം. റെയ്മണ്ട് നോക്കാം. ഹൈ ഓപ്പണിംഗ് ആൻഡ് വിൽക്കാറുള്ള ഷെയറുകളെല്ലാം ഹൈ ഓപ്പണിംഗ് വരും. അപ്പോൾ നമുക്ക് നല്ല ചാൻസാണ് അവിടെ. ഡേ ചാർട്ട് ഇവിടെ നോക്കിയാൽ ഓപ്പണിംഗ് ക്യാൻഡിലെ തന്നെ അത് പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചു. ഇവിടെ അത് ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. CPR ഹൈഡ് കണ്ടില്ലേ? ഈ ക്യാൻഡിലെ വിക്ക് നോക്കിയാൽ അത് R1 അടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. R1 അടിച്ചിട്ട് നമ്മൾ 1770 1767 68 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ 60 രൂപ പ്രോഫിറ്റാണ്. പിന്നെ ആ റേഞ്ചിൽ തന്നെ ആ ഷെയർ നിൽക്കുകയാണ് ചെയ്തത്. കയറിയില്ല, ഇറങ്ങിയില്ല. നോക്കി പ്രീവിയസ് ഡേ ഹൈയിൽ ഹെവി സപ്പോർട്ട് എടുത്ത് നിന്ന് ആ ഷെയർ. എന്നാൽ നമുക്കൊരു 60 രൂപ വൺ സൈഡ് പ്രോഫിറ്റ് ആ ഷെയർ തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം രത്നവീർ എന്ന് പറയുന്ന ഷെയർ
ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ്. അതിനുശേഷം കുറച്ചുകൂടെ മുകളിലോട്ട് പോയി R1 അടിച്ചില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി. ഇവിടെ 266 എൻട്രി എടുത്താൽ നമുക്ക് 253 രൂപ ലോ അടിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 13 രൂപ പ്രോഫിറ്റ്, നല്ലൊരു പ്രോഫിറ്റ് അവിടെയും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എൻട്രി എടുത്തവർക്ക്. അതിനുശേഷം പ്രാജ് ഇൻഡസ്ട്രീസ് ഇവിടെ നമുക്ക് ചാൻസ് ആയിരുന്നു. നമ്മൾ 803 രൂപ എടുത്താൽ നമുക്ക് 786. പക്ഷേ സൈഡ് വേസ് മൂവ്മെൻ്റ് അന്ന് നമ്മൾ ഇതിനകത്ത് പെട്ടുപോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം സ്വാൻ എനർജി നല്ല മൂവ്മെൻ്റ് ആയിരുന്നു തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം. സ്വാൻ എനർജി ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഹൈ പോയി തിരിച്ചിറങ്ങി R1 താഴോട്ട് ഇറങ്ങുമ്പം നമ്മൾ 613 രൂപ എൻട്രി എടുത്താൽ നമുക്ക് 603 10 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാൻഡിൽ വലുതാക്കി കാണിച്ചു തരാം. ഇവിടെ വന്ന് ഹൈ അടിച്ചു രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചു. അന്നപ്പം നമ്മൾ നോക്കിയിട്ട് അടുത്ത ലെവലിലോട്ട് R2 വരുന്നത് നോക്കുക. R2 വന്നില്ല, തിരിച്ച് താഴോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വീണ്ടും എൻട്രി എടുക്കും. 613-14 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 621. അത് അവിടുന്ന് നോക്കി 607, 606 വൺ സൈഡ് മൂവ്മെൻറ്റാണ്. പിന്നെ 592 വരെ വന്നു. അപ്പോൾ 613 നമ്മൾ എൻട്രി എടുത്താൽ ഏകദേശം 20 രൂപ പ്രോഫിറ്റ് ആ ഷെയറിനകത്ത് വൺ സൈഡ് തരുന്നുണ്ട്. പക്ഷേ ഇവിടെ താഴെ 10 രൂപ താഴെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി നേരം മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്കിവിടെ 606, 605 റേഞ്ചിൽ ഈസിയായിട്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ടൈമിലെ മൂവ്മെൻറ്റ് നല്ല മൂവ്മെൻറ്റ് കിട്ടിയെങ്കിലും നമുക്കിവിടെയൊക്കെ നമ്മൾ എൻട്രി എടുത്തിട്ട് ഒരിക്കലും നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യത്തില്ല. ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് മാറും. ഓക്കെ. അതിനുശേഷം ബാക്കി ലോറസ് ലാബൊക്കെ വലിയ മൂവ്മെൻ്റ് ഇല്ല. ആ ഹൈയിൽ തന്നെ നിൽക്കുക, പക്ഷേ ആ ലെവലിൽ തന്നെ നിൽക്കുമായിരുന്നു സാധനം. ഇവിടെ കണ്ടാൽ അറിയാം. ഇത് കണ്ടില്ല, ഇവിടെ ലാസ്റ്റിലൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു. പക്ഷേ ഇവിടെ എൻട്രി എടുക്കുന്നവർക്ക് 523 എൻട്രി എടുത്ത് 516, 7 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. പിന്നെ എത്രയാണ് ഈ ടൈമിൽ, അതായത് 2 മണി വരെ അത് നമ്മുടെ തന്നെ റേഞ്ചിൽ, 2 മണിക്ക് ശേഷം അത് ബ്രേക്കാകുമ്പോൾ നമ്മൾ വിട്ടേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. നമുക്കാണെങ്കിൽ ഇനി നാളത്തേനുള്ള ഷെയർസ് നോക്കാം. ഇതല്ല, നാളത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയർ നാളെ 26 ഇത്ര ഷെയർ 12 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട, ജാക്സൺ ഫാർമ ഹൈ ഓപ്പണിംഗ് വന്ന് 700 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ 702, 703 വന്നിട്ട് 700 താഴോട്ട് വരുമ്പോൾ 700 നമുക്ക് ട്രേഡ് എടുക്കാൻ കുഴപ്പമില്ല. അതല്ല 695, 96 പോയിട്ട് 690 താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഷെയറിനകത്ത് നല്ല സെല്ലിംഗ് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് നാളെ. ഇമാമി ലിമിറ്റഡിൻ്റെ ഹൈ 743. നോക്കിക്കോട്ടെ. ഇമാമി ലിമിറ്റഡ് ഓൾ ടൈം ഹൈ 860. ഓക്കെ. അപ്പോൾ ഇമാമി ലിമിറ്റഡ് നാളെ ഈ ഷെയർ 678 ക്ലോസിങ്. അത് വന്നിട്ട് 700 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. 700 മുകളിൽ പോയിട്ട് ഈ ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ ഈ 695 താഴോട്ട് ഇറങ്ങിയാൽ നല്ല രീതിയിൽ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇമാമിക്കകത്ത്. പക്ഷെങ്കിൽ 700 റേഞ്ചിനടുത്ത് പോയിട്ടൊക്കെ ആയിരിക്കണം ഇറങ്ങുന്നത്. അതല്ല എങ്കിൽ ഇപ്പോൾ 690 മുകളിൽ പോയിട്ട് ഇറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാം. ഈ 690
അതിന് മുകളിൽ പോയിട്ട് വന്നാൽ എൻട്രി എടുക്കാം. ഇന്ത്യൻ ബാങ്കിനകത്ത് 564, 573, 567, ഇത് കണ്ടല്ലേ ഇതിൻ്റെ CPR നാരോ CPR ആണ് നാളെ വരുന്നത്. അപ്പോൾ നാരോ CPR ആണെങ്കിൽ ഈ ഷെയർ ഹൈ ഓപ്പണിംഗ് വന്ന്, അതായത് ഹൈ ഓപ്പണിംഗ് വന്ന് ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ പോയിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങണം, നമുക്ക് എൻട്രി എടുക്കാം. അതിന് ശേഷം ഈ ഷെയർ പിന്നെ ഈ 3 ലെവലിൻ്റെ താഴോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ വൺ സൈഡ് താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതല്ല ഹൈ മൂവ്മെൻറ്റ്, നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടിയെങ്കിൽ ഈ 595, 600 റേഞ്ചിൽ പോയിട്ട് ഈ 2 ലെവൽ ഏത് ലെവൽ കട്ട് ചെയ്താലും നമുക്ക് എൻട്രി എടുക്കാം. എറിസ് എന്ന് പറയുന്ന ഷെയർ 470 ഓപ്പണിങ്ങിൽ 1515 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു. അതല്ല 1500 പോയിട്ട് ഇറങ്ങുവാണെങ്കിലും നമുക്ക് ഈ 1589 താഴെ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. തിത്താഗ്രായും R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുന്നുണ്ട്, നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ട്രൈ ടർബൈനും R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. വിംത ലാബും വിംത ലാബിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ലാസ്റ്റ് മൂവ്മെൻറ്റിന് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് ഡൗൺ ആയിരിക്കും ഈ ഷെയർ. ഓപ്പണിംഗ് ഡൗൺ വന്നാൽ ഈ ഷെയറിൻ്റെ ഈ ആവറേജ് നോക്കുക 850. അതിനകത്ത് അതുപോലെ ചിലപ്പോൾ ഒറ്റയടിക്ക് 843 വരാം, 43, 831 വരാം. പക്ഷേ ഈ റേഞ്ചിൽ നിന്ന് എവിടുന്നെങ്കിലും വന്നിട്ട് ഏത് റേഞ്ചിൽ നിന്നാണോ തിരിച്ച് മുകളിലോട്ട് കയറുന്നത് ബൈ ചെയ്യാൻ പറ്റും ഷെയർ. ഈ പിവോട്ടെ വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യാൻ പറ്റും ഷെയർ. അപ്പോൾ അത് ഈ വിംതലാമിലൊരു ബൈ ശ്രദ്ധിക്കുക. പക്ഷെങ്കിൽ ഓപ്പണിംഗ് ഡൗൺ ആയിരിക്കണം. ഓപ്പണിംഗ് ഹൈയിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ വരുമ്പോൾ എൻട്രി എടുക്കരുത്. LG എക്യുപ്മെൻറ്റ്, LGക്കകത്തും 640, ഇതിനകത്തും ഒരു 668 മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, നോക്കുക. അതല്ല R1, R2 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ അത് നല്ല ചാൻസ് ആയിരിക്കും. ജയ്കോർപ്പ് R1, ഇത് R1 പ്രീവിയസ് ഡേ ഹൈ, ഈ 2 റേഞ്ചിൽ എവിടെ വന്നിട്ട് ഇറങ്ങിയാലും ചാൻസ് കിട്ടും. ക്രിസ്റ്റൽ ഹൈയും R1 ഏകദേശം ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പോളിമെഡ് നോക്കുക. പോളിമെഡ് R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാലും ചാൻസ് നല്ലതായിരിക്കും അതിനകത്ത്. പക്ഷേങ്കിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടും, 25-30 രൂപ താഴോട്ട് കിട്ടുമ്പോൾ എൻട്രി എടുത്ത് മാറുക. ഇതിനകത്ത് ഗരുഡ എന്ന് പറയുന്ന ഷെയറിനകത്ത് വോളിയമുണ്ട്. R1, R2 റേഞ്ചിൽ നിന്ന് താഴോട്ട് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ്. 100 പോയിട്ട് 98 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ തരുന്ന ഷെയർസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിൻ്റെ ആവറേജ് ക്ലോസിങ്ങിനെക്കാട്ടി താഴെ ആവറേജാണ്. ഇപ്പം എക്സാമ്പിൾ 93, ഇത് 90 ഓപ്പണിംഗ് തന്നെ. ഇപ്പോൾ ഈ ഷെയറുകളൊക്കെ ഡൗൺ ഓപ്പണിംഗ് വന്നാൽ ഈ ആവറേജ് സപ്പോർട്ട് എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ബൈ ചാൻസ് ഈ ഷെയറിനകത്തെല്ലാം കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ ആവറേജ് ട്രേഡ് പ്രൈസിൽ താഴെ ഓപ്പണിംഗ് ഡൗൺ ആയിരിക്കണം. അതിനുശേഷം ഈ ആവറേജ് ട്രേഡ് പ്രൈസിൽ സപ്പോർട്ട് എടുക്കുന്നതെന്ന് നോക്കണം. സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം ഡൗൺ ഓപ്പണിംഗ് വരുന്ന ഷെയർസ് തിരിച്ച് കയറുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയർസ്. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.